സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കുന്നതാണ് അനുയോജ്യമെന്ന് കേന്ദ്ര നിർദ്ദേശം. 150 ഏക്കർ ഭൂമി കണ്ടെത്തിയാൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകും. കാസർഗോഡ് ചീമേനി അനുയോജ്യമായ സ്ഥലമെന്ന് കേരളം മറുപടി നൽകി. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടറും മുഖ്യമന്ത്രിയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കാനായി ആണവ നിലയം എന്ന ആശയത്തിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് നിർദ്ദേശം നൽകി. ആണവ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി 150 ഏക്കർ സ്ഥലം കണ്ടെത്തണം. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ് അനുയോജ്യമായ പ്രദേശമായി കേരളം അറിയിച്ചിട്ടുള്ളത്. ആദ്യം തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി മേഖല പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര സഹായത്തോടുകൂടി ബൃഹത്തായ ടൂറിസം പദ്ധതിയും മേഖലയിൽ എത്തിക്കണമെന്ന താൽപര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. ആണവ നിലയം കഴിഞ്ഞാൽ ഈ മേഖല പ്രത്യേക ബഫർ സോണുകളായി മാറും. ഈ സാഹചര്യത്തിലാണ് കാസർഗോഡ് ചീമേനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിലവിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനായി ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കഴിഞ്ഞ ദിവസം ചർച്ച നടന്നു. സംസ്ഥാനത്തെ തീരപ്രദേശത്ത് സുലഭമായി കണ്ടുവരുന്ന തോറിയം ധാതുവിൽ നിന്നുമാണ് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ ധാതുക്കൾ കേരളത്തിന് പുറത്തു കൊണ്ടുപോയി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കണമെന്നും സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട VGF ഫണ്ടിലും ചർച്ച നടന്നിട്ടുള്ളതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ജനം, തിരുവനന്തപുരം.